ശാന്തി 26/3/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, സംഘദോഷത്തിൽ നിന്നും രക്ഷപ്പെട്ട് പഠനത്തിൽ പരിപൂർണ ശ്രദ്ധ നൽകൂ. എങ്കിൽ ഒരു കൊടുങ്കാറ്റും വരില്ല. മായയെ കുറ്റക്കാരൻ ആക്കാതിരിക്കൂ. ചോദ്യം: ഏതൊരു കാര്യം സദാ ശ്രദ്ധയിൽ വയ്ക്കുകയാണെങ്കിൽ തോണി അക്കരെ എത്തും? ഉത്തരം: ബാബ അങ്ങയുടെ ആജ്ഞ പോലെ. ഇങ്ങനെ സദാ ബാബയുടെ ആജ്ഞയനുസരിച്ച് നടന്നുകൊണ്ടിരിക്കൂ. എങ്കിൽ നിങ്ങളുടെ തോണി അക്കരെ എത്തും. ആജ്ഞയനുസരിച്ച് നടക്കുന്നവർ മായയുടെ യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. ബുദ്ധിയുടെ പൂട്ട് തുറക്കുന്നു. അപാര സന്തോഷം ഉണ്ടായിരിക്കുന്നു. യാതൊരു തലതിരിഞ്ഞ കർമ്മവും ഉണ്ടാകുന്നില്ല. ഗീതം: നിന്നെ നേടി നമ്മൾ ലോകം നേടി. ഓം ശാന്തി. മധുരമധുരമായ എല്ലാ സെൻറ്റേഴ്സിലെയും കുട്ടികൾ ഗീതം കേട്ടു. എല്ലാവരും അറിയുന്നുണ്ട്, പരിധിയില്ലാത്ത പിതാവിൽ നിന്നും വീണ്ടും 5000 വർഷം മുമ്പെന്ന പോലെ നമ്മൾ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നേടിക്കൊണ്ടിരിക്കുന്നു. കൽപ്പകൽപ്പങ്ങളിൽ നമ്മൾ നേടിക്കൊണ്ടിരുന്നു. ചക്രവർത്തി പദം നേടുന്നു, പിന്നെ പാഴാക്കുന്നു. കുട്ടികൾക്കറിയാം, ഇപ്പോൾ നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ മടിത്തട്ടിലാണ്, അഥവാ ആ ഒന്നിൻ്റെ കുട്ടികളായിരിക്കുന്നു. തീർച്ചയായും കുട്ടികൾ തന്നെയാണ്. വീട്ടിലിരിക്കവേ പുരുഷാർത്ഥം ചെയ്യുന്നു. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും ഉയർന്ന പദവി നേടുന്നതിനായി പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ജ്ഞാനസാഗരവും പതീത പാവനും സർവരുടെയും സദ്ഗതി ദാതാവുമായ ശിവ് ബാബ നമ്മുടെ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. ആ ഒന്നിൽ നിന്നും നമ്മൾ സമ്പത്ത് നേടുന്നു. അപ്പോൾ അതിൽ എത്ര പുരുഷാർത്ഥം ചെയ്യേണ്ടതാണ് ഉയർന്ന പദവി നേടുന്നതിനായി. അജ്ഞാനകാലത്തിലും സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്പർ വൈസ് മാർക്കോടെയാണ് പാസ്സാകുന്നത്, തൻ്റെ പഠനമനുസരിച്ച്. അവിടെയാണെങ്കിൽ മായ നമുക്ക് വിഘ്നമിടുമെന്നോ കൊടുങ്കാറ്റ് വരുന്നെന്നോ ആരും പറയുകയില്ല. ശരിയായ രീതിയിൽ പഠിക്കുന്നില്ല, അഥവാ മോശമായ കൂട്ടുകെട്ടിൽ പോയി കുടുങ്ങിക്കിടക്കുന്നു. വിനോദങ്ങളിൽ ഏർപ്പെടുന്നു, അതിനാൽ പഠിക്കുന്നില്ല, തോറ്റുപോകുന്നു. ബാക്കി ഇതിനെ മായയുടെ കൊടുങ്കാറ്റ് എന്ന് പറയില്ല. പെരുമാറ്റം ശരിയല്ലെങ്കിൽ ടീച്ചറും സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഇയാളുടേത് ദുഷ്പെരുമാറ്റമാണ് എന്നിങ്ങനെയാണ്. കുസംഗത്തിൽ മോശമായി പോയി എങ്കിൽ ഇതിൽ മായ രാവണനെ കുറ്റക്കാരൻ ആക്കുന്ന കാര്യമില്ല. വലിയ വലിയ നല്ല വ്യക്തികളുടെ കുട്ടികളിൽ ചിലർ നന്നായി ഉയരുന്നു, ചിലർ മദ്യവും മറ്റും കുടിക്കാൻ തുടങ്ങുന്നു, മോശമായതിൻ്റെ നേർക്ക് പോകുന്നു. അപ്പോൾ അച്ഛനും പറയും കുപുത്രനായി പോയി എന്ന്. ആ പഠനത്തിലാണെങ്കിൽ വളരെയധികം സബ്ജക്ട്സ് ഉണ്ട്. ഇതാണെങ്കിൽ ഒരേ ഒരു പ്രകാരത്തിലുള്ള പഠനമാണ്. അവിടെ മനുഷ്യർ പഠിപ്പിക്കുന്നു. ഇവിടെ കുട്ടികൾക്കറിയാം, നമ്മളെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ വിശ്വത്തിൻ്റെ അധികാരിയാകാൻ സാധിക്കും. കുട്ടികൾ ധാരാളമുണ്ട്. പിന്നെ ചിലർ സംഘദോഷത്തിൽ വന്ന് പഠിക്കാനാകാതെ വരും. ഇതിനെ മായയുടെ കൊടുങ്കാറ്റ് എന്ന് എന്തിനു പറയണം? സംഘദോഷം കാരണം ആരെങ്കിലും പഠിക്കുന്നില്ല എങ്കിൽ ഇതിൽ മായയോ ടീച്ചറോ ബാബയോ എന്തു ചെയ്യുവാനാണ്? പഠിക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ തൻ്റെ വീട്ടിലേക്ക് പോയി. ഇതാകട്ടെ ഡ്രാമയനുസരിച്ച് ആദ്യം ഭട്ടിയിൽ വരിക തന്നെ വേണമായിരുന്നു. വന്ന് ശരണമെടുത്തു. ചിലരെ പതി അടിച്ചു, ശല്യം ചെയ്തു. അപ്പോൾ ചിലർക്ക് വൈരാഗ്യം വന്നു, വിരക്തി വന്നു. വീട്ടിലേക്ക് പോകുവാൻ സാധിച്ചില്ല. പിന്നെ ചിലർ ഇവിടെ വന്ന ശേഷവും പോയി കളഞ്ഞു. പഠിക്കുവാൻ സാധിച്ചില്ല.
അപ്പോൾ പോയി ജോലിയും മറ്റും മുഴുകി, അല്ലെങ്കിൽ വിവാഹം ചെയ്തു. മായയുടെ കൊടുങ്കാറ്റ് കാരണം പഠിക്കുവാൻ സാധിച്ചില്ല എന്നത് ഒരു ഒഴിവ് കഴിവാണ്. സംഘദോഷം കാരണമാണ് ഈ അവസ്ഥ ഉണ്ടായത് എന്നും നമ്മളിൽ വികാരം ശക്തമായി ഉണ്ട് എന്നതും മനസ്സിലാക്കുന്നില്ല. മായയുടെ കൊടുങ്കാറ്റ് വന്നു, അപ്പോൾ വീണുപോയി എന്നെന്തിനു പറയുന്നു? ഇത് തൻ്റെ ആധാരത്തിലാണ്. പിതാവിൻ്റെയും ടീച്ചറിൻ്റെയും സദ്ഗുരുവിൻ്റെയും ഏതൊരു ശിക്ഷണമാണോ ലഭിക്കുന്നത് അതനുസരിച്ച് നടക്കണം. നടക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും മോശമായ കൂട്ടുകെട്ടുണ്ട്, അഥവാ കാമത്തിൻ്റെ ലഹരിയുണ്ട്, അഥവാ ദേഹാഭിമാനത്തിൻ്റെ ലഹരിയുണ്ട്. എല്ലാ സെൻറ്റേഴ്സിലുള്ളവർക്കും അറിയാം, നമ്മൾ പരിധിയില്ലാത്ത പിതാവിൽ നിന്നും വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി നേടാനായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിശ്ചയമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇരിക്കുന്നത്? വേറെയും ആശ്രമങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ അവിടെ ഒരു പ്രാപ്തിയുമില്ല, എയിം ഓബ്ജക്റ്റ് ഇല്ല. ആ എല്ലാ ചെറിയ ചെറിയ മഠവിഭാഗങ്ങളും ശാഖ ഉപശാഖകളാണ്. വൃക്ഷം വളരുക തന്നെ വേണം. ഇവിടെയാണെങ്കിൽ ഇതെല്ലാം തമ്മിൽ കണക്ഷനുണ്ട്. ആര് മധുരമായ ദേവതാ വൃക്ഷത്തിലേതായിരിക്കുമോ അവർ വരും. ഏറ്റവും മധുരം ആരായിരിക്കും? ആരാണോ സത്യയുഗത്തിലെ മഹാരാജാവും മഹാറാണിയുമാകുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ആരാണോ ആദ്യ നമ്പറിൽ വരുന്നത് അവർ തീർച്ചയായും നല്ല പഠനം പഠിച്ചിട്ടുണ്ടാകും. അവർ തന്നെയാണ് സൂര്യവംശി കുലത്തിൽ പോയത്. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിയുമ്പോഴും അർപ്പണമയ ജീവിതം ഉള്ളവരുമുണ്ട്. വളരെയധികം സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വ്യത്യാസമുണ്ടല്ലോ. ഇവിടെ കഴിയുകയും ചെയ്യുന്നു, പക്ഷെ പഠിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ മറ്റു സർവീസിൽ മുഴുകുന്നു. പിന്നീട് ഒരല്പം രാജപദം നേടും. കാണുന്നത് ഇതാണ്. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കുന്നവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ വളരെ തീവ്രമായി പോകുന്നു. കന്യകയെ അഥവാ കുമാരനെ ഗൃഹസ്ഥി എന്ന് പറയില്ല. ആരാണോ വാനപ്രസ്ഥി അവർ 60 വർഷത്തിന് ശേഷം സർവ്വതും കുട്ടികൾക്ക് നൽകി സ്വയം ഏതെങ്കിലും സന്യാസിയുടെയോ മറ്റോ സംഘത്തിൽ പോയിരിക്കുന്നു. ഇക്കാലത്താണെങ്കിൽ തമോ പ്രധാനമാണ്. അതിനാൽ മരിക്കുന്നത് വരെയും തൊഴിലോ മറ്റോ ഉപേക്ഷിക്കുന്നില്ല. മുൻപ് 60 വർഷത്തിൽ വാനപ്രസ്ഥ അവസ്ഥയിൽ പോകുമായിരുന്നു. ബനാറസിൽ പോയി കഴിയുമായിരുന്നു. ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. തിരികെ ആർക്കും പോകാൻ സാധിക്കില്ല, സദ്ഗതി നേടാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് മുക്തി, ജീവൻ മുക്തി ദാതാവ്. അതും എല്ലാവരും ജീവൻ മുക്തി നേടുന്നില്ല. ചിലർ മുക്തിയിലേക്ക് പോകുന്നു. ഇപ്പോൾ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ആര് എത്ര പുരുഷാർത്ഥം ചെയ്യുമോ അതനുസരിച്ച് അവരിലും കുമാരിമാർക്ക് നല്ല ചാൻസാണ്. പാരലൗകിക പിതാവിൻ്റെ അവകാശിയായി മാറുന്നു. ഇവിടെയാണെങ്കിൽ എല്ലാ കുട്ടികളും ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നതിൻ്റെ അവകാശിയാണ്. അവിടെയാണെങ്കിൽ പെൺകുട്ടികൾക്ക് സമ്പത്ത് ലഭിക്കുന്നില്ല, ആൺകുട്ടികൾക്ക് അത്യാർത്തി ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഉള്ളവരുമുണ്ട്. അവർ വിചാരിക്കുന്നു ഈ സമ്പത്തും ലഭിക്കും, അതും എടുക്കാം, എന്തിനു വിട്ടുകളയണം? 2 ഭാഗത്തും പഠിക്കുന്നു. ഇങ്ങനെ പല പ്രകാരത്തിലുള്ളവരുണ്ട്. ഇപ്പോൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ആര് നന്നായി പഠിക്കുന്നുവോ അവർ ഉയർന്ന പദവി നേടുന്നു. പ്രജയിലും വളരെയധികം ധനികരായി മാറുന്നു. ഇവിടെ കഴിയുന്നവർക്ക് ഉള്ളിൽ തന്നെ കഴിയേണ്ടി വരും. ദാസദാസിമാരായി മാറും. പിന്നെ ത്രേതായുടെ അന്തിമത്തിൽ 3, 4, 5 ജന്മങ്ങൾ എടുത്ത് രാജപദം ലഭിക്കും. അതിനേക്കാൾ ആ ധനികർ നല്ലതാണ്. സത്യുഗം മുതൽ അവരുടെ
സമ്പന്നത നിലനിൽക്കുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ട് സമ്പന്ന പദവി എന്തുകൊണ്ട് നേടിക്കൂടാ? നമ്മൾ രാജപദം നേടട്ടെ എന്ന് പരിശ്രമിക്കുന്നു. എന്നാൽ അഥവാ വഴുതി പോവുകയാണ് എങ്കിൽ പ്രജയിൽ നല്ല പദവി നേടാനുള്ള പുരുഷാർത്ഥം ചെയ്യേണ്ടതാണ്. അതും ഉയർന്ന പദവിയായല്ലോ. ഇവിടെ കഴിയുന്നവരെക്കാൾ പുറത്ത് കഴിയുന്നവർക്ക് വളരെ ഉയർന്ന പദവി നേടുവാൻ സാധിക്കും. മുഴുവൻ ആധാരവും പുരുഷാർത്ഥത്തിന്മേലാണ്. പുരുഷാർത്ഥം ഒരിക്കലും മറഞ്ഞിരിക്കുകയില്ല. പ്രജയിൽ ആരാണോ വലിയ വലിയ ധനികരാകുന്നത് അവരും മറഞ്ഞിരിക്കുകയില്ല. പുറത്തുള്ളവർക്ക് കുറഞ്ഞ പദവിയായിരിക്കും ലഭിക്കുന്നത് എന്നല്ല. പിന്നീട് രാജപദവി നേടുന്നത് നല്ലതാണോ, അതോ പ്രജയിൽ തുടക്കം മുതൽ ഉയർന്ന പദവി നേടുന്നത് നല്ലതാണോ? ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കുന്നവർക്ക് മായയുടെ ഇത്രയും കൊടുങ്കാറ്റ് വരുന്നില്ല. ഇവിടെ ഉള്ളവർക്കാണ് കൊടുങ്കാറ്റ് വളരെയധികം വരുന്നത്. നമ്മൾ ശിവ് ബാബയുടെ ശരണത്തിലിരിക്കുന്നു എന്ന ധൈര്യം വയ്ക്കുന്നു. പക്ഷേ സംഘദോഷത്താൽ പഠിക്കുന്നില്ല. പിന്നീട് എല്ലാം അറിയാൻ കഴിയുന്നു. സാക്ഷാത്കാരമുണ്ടാകും, ആര് എന്ത് പദവി നേടും എന്ന്. നമ്പർ വയസ്സായാണല്ലോ പഠിക്കുന്നത്. ചിലരാണെങ്കിൽ സെൻറ്റേഴ്സ് സ്വയമേ നടത്തിക്കുന്നു. ചിലയിടങ്ങളിൽ സെൻറ്റർ നടത്തിക്കുന്നവരേക്കാൾ പഠിക്കുന്നവർ തീവ്രമായി പോകുന്നു. മുഴുവനും പുരുഷാർത്ഥത്തിന്മേലാണ്. മായയുടെ കൊടുങ്കാറ്റ് വരുന്നു എന്നത് പാടില്ല. അങ്ങനെ ആകരുത്. തൻ്റെ പെരുമാറ്റം ശരിയല്ല. ശ്രീമതനുസരിച്ച് നടക്കുന്നില്ല. ലൗകികത്തിലും ഇങ്ങനെ ഉണ്ടാകുന്നു. ടീച്ചറിൻ്റെയോ മാതാപിതാക്കളുടെയോ മതമനുസരിച്ച് നടക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെയുള്ള ബാബയുടെ കുട്ടികളായിരിക്കുകയാണ്. ആ ഒന്നിന് ഒരു പിതാവില്ല. അവിടെയാണെങ്കിൽ പുറത്ത് വളരെയധികം പോകേണ്ടി വരുന്നു. ചില കുട്ടികൾ സംഘദോഷത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. അപ്പോൾ തോറ്റുപോകുന്നു. മായയുടെ കൊടുങ്കാറ്റ് വരുന്നു എന്നെന്തിനു പറയുന്നു? ഇത് തൻ്റെ വിഡ്ഢിത്തമാണ്. ഡയറക്ഷൻസ് അനുസരിച്ച് നടക്കുന്നില്ല. ഇങ്ങനെയുള്ള ചലനത്തിലൂടെ തോറ്റുപോകുന്നു. വളരെ പേരിൽ അത്യാർത്തി ഉണ്ടായിരിക്കുന്നു. ചിലരിൽ ക്രോധം, ചിലരിൽ മോഷണത്തിൻ്റെ ശീലം. അവസാനം അറിയാൻ കഴിയുന്നു, ഇന്ന ഇന്ന ആൾക്കാർ ഇങ്ങനെയുള്ള പെരുമാറ്റം കാരണം പോയി ശൂദ്രകുലത്തിലേതായി എന്ന് മനസ്സിലാക്കുന്നു. അവരെ പിന്നെ ബ്രാഹ്മണൻ എന്ന് പറയില്ല. പിന്നെ പോയി ശൂദ്രനായി. പഠനം ഉപേക്ഷിച്ചു. അല്പമെങ്കിലും ജ്ഞാനം കേട്ടു എങ്കിൽ പ്രജാപദവിയിൽ വരും. വലിയ വൃക്ഷമാണ്. പലയിടങ്ങളിൽ നിന്നും വരും. മറ്റു ധർമ്മത്തിലേക്ക് കൺവേർട്ടായി പോയ ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവർ വരും. വളരെ പേർ വരും. എല്ലാവരും അത്ഭുതപ്പെടും. മറ്റു ധർമ്മത്തിലുള്ളവർക്കും മുക്തിയുടെ സമ്പത്തെടുക്കുവാൻ സാധിക്കുമല്ലോ. ഇവിടെ ആർക്കും വരാം. തൻ്റെ കുലത്തിൽ ഉയർന്ന പദവി നേടേണ്ടതുണ്ടെങ്കിൽ അവരും വന്ന് ലക്ഷ്യം എടുത്തുകൊണ്ട് പോകും. ബാബ നിങ്ങൾക്ക് സാക്ഷാത്കാരം കാണിച്ചു തന്നിരുന്നു. അവരും വന്ന് ലക്ഷ്യമെടുത്തു പോകും. ഇവിടെ ഇരുന്ന് മാത്രമേ ലക്ഷ്യത്തിലിരിക്കാൻ സാധിക്കൂ എന്നല്ല. ഏത് ധർമ്മത്തിലുള്ളവർക്കും ലക്ഷ്യം എടുക്കുവാൻ സാധിക്കും. ഈ ലക്ഷ്യം ലഭിക്കുന്നു. ബാബയെ ഓർമ്മിക്കൂ, ശാന്തിധാമത്തെ ഓർമ്മിക്കൂ. എങ്കിൽ തൻ്റെ ധർമ്മത്തിൽ ഉയർന്ന പദവി നേടും. അവർക്ക് ജീവൻ മുക്തി ലഭിക്കേണ്ടതായിട്ടില്ല. അവിടെ വരികയില്ല. ആഗ്രഹം തോന്നുകയില്ല. സത്യമായ ആഗ്രഹം തോന്നുന്നത് ഇവിടെയുള്ളവർക്കാണ്. അവസാനം ആത്മാക്കൾ തങ്ങളുടെ പിതാവിനെ അറിയും. വളരെയധികം സെൻറ്റേഴ്സിൽ ഇങ്ങനെയുള്ളവരുമുണ്ട്. അവർക്ക് പഠനത്തിൻ്റെ മേൽ അറ്റൻഷനില്ല. അപ്പോൾ ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. നിശ്ചയമുണ്ടെങ്കിൽ ഒഴിവ് സമയമില്ല എന്ന് പറയുവാൻ കഴിയില്ല. എന്നാൽ ഭാഗ്യത്തിലില്ല, അതിനാൽ ഒഴിവ് സമയമില്ല, ഈ കാര്യമുണ്ട് എന്ന് പറയുന്നു. ഭാഗ്യത്തിൽ ഉണ്ടായിരിക്കുമെങ്കിൽ
രാവും പകലും പുരുഷാർത്ഥം ചെയ്യുവാൻ തുടങ്ങുന്നു. നടന്ന് സംഘത്തിലും മോശമായി പോകുന്നു. അതിനെ ഗ്രഹപ്പിഴ എന്ന് പറയാൻ സാധിക്കും. ബൃഹസ്പതിയുടെ ദശ മാറി ചൊവ്വ ദശ ഉണ്ടാകുന്നു. ഒരു പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ മാറും. ചിലരെ കുറിച്ച് ബാബ പറയുന്നു, രാഹുലിൻ്റെ ദശ ഇരിക്കുകയാണ്. ഭഗവാന്റേത് പോലും അംഗീകരിക്കുന്നില്ല. ഇത് ബ്രഹ്മാവാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ആരാണ് ഈ ഡയറക്ഷൻ നൽകുന്നത് എന്ന് കുട്ടികൾക്ക് അറിയുവാൻ കഴിയുന്നില്ല. ദേഹാഭിമാനം ഉള്ളത് കാരണം സാകാരമാണ് എന്ന് മനസ്സിലാക്കുന്നു. അതായത് ബ്രഹ്മാവാണെന്ന് മനസ്സിലാക്കുന്നു. ദേഹി അഭിമാനിയാണെങ്കിൽ ശിവബാബ എന്തെല്ലാം പറയുന്നുവോ അത് നമുക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കും. റെസ്പോൺസിബിലിറ്റി ശിവബാബയുടെ മേലാണ്. ശിവബാബയുടെ മതത്തിലൂടെ നടക്കേണ്ടതാണല്ലോ. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ ശിവബാബയെ മറന്നു പോകുന്നു. പിന്നെ ശിവബാബ റെസ്പോൺസിബിൾ ആവുക സാധ്യമല്ല. ആ ഒന്നിൻ്റെ ആജ്ഞ ശിരസ വഹിക്കേണ്ടതാണ്. പക്ഷേ ആരാണ് മനസ്സിലാക്കിക്കുന്നത് എന്നും മനസ്സിലാക്കുന്നില്ല. അതും വേറെ ഓർഡർ ഒന്നും പറയുന്നില്ല. കേവലം ബാബു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ശ്രീമത് നൽകുന്നു. ഒന്നാമതായി എന്നെ ഓർമ്മിക്കൂ. പിന്നെ ഞാൻ ഏതൊരു ജ്ഞാനം കേൾപ്പിക്കുന്നു അത് ധാരണ ചെയ്യിക്കൂ. ഇത്രമാത്രം. ഈ തൊഴിൽ ചെയ്യൂ. ശരി ബാബ, ആജ്ഞ പോലെ. രാജാക്കന്മാരുടെ മുന്നിൽ ഇരിക്കുന്നവർ ആജ്ഞ പോലെ എന്ന് പറയുന്നു. ആ രാജാക്കന്മാർ ആജ്ഞാപിക്കുമായിരുന്നു, ഇത് ശിവ് ബാബയുടെ ആജ്ഞയാണ്. അടിക്കടി പറയണം, ശിവ് ബാബയുടെ ആജ്ഞ പോലെ. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷവും ഉണ്ടായിരിക്കും. ശിവ് ബാബയാണ് ആജ്ഞ നൽകുന്നത് എന്ന് മനസ്സിലാക്കും. ശിവ് ബാബയുടെ ഓർമ്മ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ബുദ്ധിയുടെ പൂട്ട് തുറക്കും. ശിവ് ബാബ പറയുന്നു, ഈ പ്രാക്ടീസ് വരണം, അപ്പോൾ തോണി അക്കരയാകും. പക്ഷേ ഇതാണ് പ്രയാസമുള്ളത്. അടിക്കടി മറന്നു പോകുന്നു. മായ മറവി ഉണ്ടാക്കുന്നു എന്നെന്തിനു പറയുന്നു? നമ്മൾ മറന്നു പോവുകയാണ്. അതിനാൽ തലകീഴായ പ്രവൃത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം പെൺകുട്ടികളുണ്ട്. ജ്ഞാനം വളരെ നല്ല രീതിയിൽ നൽകുന്നു. പക്ഷേ വികർമ്മം വിനാശമാകുവാനായി യോഗമില്ല. ഇങ്ങനെ ധാരാളം നല്ല നല്ല കുട്ടികളുണ്ട്. യോഗം തീർത്തുമില്ല. പെരുമാറ്റത്തിലൂടെ മനസ്സിലാക്കുന്നു, യോഗത്തിൽ ഇരിക്കുന്നില്ല എങ്കിൽ പിന്നെ പാപം അവശേഷിക്കും. അത് അനുഭവിക്കേണ്ടി വരുന്നു. ഇതിൽ കൊടുങ്കാറ്റിൻ്റെ കാര്യമേ ഇല്ല. ഇത് എൻ്റെ തെറ്റാണ് എന്ന് വിചാരിക്കുന്നു. ഞാൻ ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നില്ല. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് രാജയോഗം പഠിക്കുവാനാണ്. പ്രജായോഗം അല്ല പഠിപ്പിക്കപ്പെടുന്നത്. മാതാവും പിതാവുമുണ്ടല്ലോ, അവരെ ഫോളോ ചെയ്യൂ. എങ്കിൽ നിങ്ങളും സിംഹാസനസ്ഥരാകും. ഇവർക്ക് ഉറപ്പുണ്ടല്ലോ, ഇവർ ശ്രീ ലക്ഷ്മി നാരായണനാകുന്നു. അപ്പോൾ ഫോളോ മദർ ഫാദർ. മറ്റു ധർമ്മത്തിലുള്ളവർ മദറിനെയും ഫാദറിനെയും ഫോളോ ചെയ്യുന്നില്ല. അവർ ഫാദറിനെ മാത്രമാണ് അംഗീകരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ രണ്ടുപേരുമുണ്ട്. ഗോഡ് ക്രിയേറ്ററാണ്. മദറിൻ്റേത് പിന്നെ ഗുപ്ത രഹസ്യമാണ്. മാതാപിതാക്കൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കിച്ചു തരുന്നു, ഇങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്യൂ. ടീച്ചർ എന്തെങ്കിലും ശിക്ഷ നൽകുകയാണെങ്കിൽ സ്കൂളിനിടയിൽ ആയിരിക്കുമല്ലോ നൽകുക. എൻ്റെ മാനം നഷ്ടമാക്കുകയാണ് എന്ന് കുട്ടി പറയുകയില്ല. പിതാവ് 5 or 6 കുട്ടികളുടെ മുന്നിൽ വെച്ച് അടിക്കും. അപ്പോൾ 5 or 6 കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്തിനടിച്ചു എന്ന് കുട്ടി പറയുകയില്ല. അങ്ങനെയില്ല. ഇവിടെയാണെങ്കിൽ കുട്ടികൾക്ക് ശിക്ഷണമാണ് നൽകുന്നത്. എന്നിട്ടും നടക്കാൻ കഴിയുന്നില്ല എങ്കിൽ ശരി, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ട് പിന്നെ പുരുഷാർത്ഥം ചെയ്യൂ. അഥവാ ഇവിടെ ഇരുന്നു കൊണ്ട് ഡിസർവീസ് ചെയ്തുവെങ്കിൽ എന്തെല്ലാം അല്പമെങ്കിലുമുണ്ടോ അതുപോലും സമാപ്തമായി പോകും. പഠിക്കേണ്ടതില്ല എങ്കിൽ വിട്ടേക്കൂ.
നമുക്ക് നടക്കാൻ സാധിക്കുന്നില്ല. എന്തിന് അധിക്ഷേപിക്കണം? അനേകം കുട്ടികളുണ്ട്. ചിലർ പഠിക്കും, ചിലർ ഉപേക്ഷിക്കും. ഓരോരുത്തരും തൻ്റെ പഠനത്തിൽ ലഹരി പിടിച്ചിരിക്കണം. ബാബു പറയുന്നു, അന്യോന്യം സേവനമെടുക്കാതിരിക്കൂ. ഒരു അഹങ്കാരവും വരാൻ പാടില്ല. മറ്റുള്ളവരിൽ നിന്നും സേവനമെടുക്കുന്നതും ദേഹ അഹങ്കാരമാണ്. ബാബയ്ക്ക് മനസ്സിലാക്കിച്ചു തരേണ്ടി വരുമല്ലോ. ഇല്ലെങ്കിൽ എപ്പോഴാണോ കോടതി കൂടുന്നത് അപ്പോൾ നമുക്ക് കോടതി നിയമങ്ങൾ അറിയില്ലായിരുന്നു എന്ന് പറയും. അതിനാൽ ബാബു മനസ്സിലാക്കിച്ചു തരുന്നു. പിന്നെ സാക്ഷാത്കാരം കാണിച്ച് ശിക്ഷ നൽകും. പ്രൂഫ് ഇല്ലാതെ ശിക്ഷ ലഭിക്കുകയില്ല. ശരി, കൽപ്പത്തിനു മുമ്പ് എന്ന പോലെ വളരെയധികം മനസ്സിലാക്കിച്ചു തരുന്നു. ഓരോരുത്തരുടെയും ഭാഗ്യം നോക്കുന്നു. ചിലർ സർവീസ് ചെയ്ത് തൻ്റെ ജീവിതം വജ്രതുല്യമാക്കുന്നു. ചിലർ ഭാഗ്യത്തെ വെട്ടിക്കളയുന്നു. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: അച്ഛൻ, ടീച്ചർ, സദ്ഗുരു എന്നിവരിലൂടെ എന്ത് ശിക്ഷണങ്ങൾ ലഭിക്കുന്നുവോ അതനുസരിച്ച് നടക്കണം. മായയെ കുറ്റക്കാരനാക്കാതെ തൻ്റെ ദൗർബല്യങ്ങൾ പരിശോധിച്ച് അവയെ മാറ്റിയെടുക്കണം. അഹങ്കാരം ത്യജിച്ച് തൻ്റെ പഠനത്തിൽ ലഹരി പിടിച്ചിരിക്കണം. ഒരിക്കലും മറ്റുള്ളവരിൽ നിന്നും സേവനമെടുക്കരുത്. സംഘദോഷത്തിൽ നിന്നും വളരെ വളരെ സൂക്ഷിക്കണം. വരദാനം: സങ്കല്പങ്ങളുടെ സൂചനകളിലൂടെ മുഴുവൻ കാര്യവ്യവഹാരങ്ങളും നടത്തിക്കുന്ന സദാ ലൈറ്റിൻ്റെ കിരീടധാരിയായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ സദാ ലൈറ്റ് ആയിരിക്കുന്നത് അവരുടെ സങ്കല്പവും സമയവും ഒരിക്കലും വ്യർത്ഥമായി പോകുന്നില്ല. എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതേ സങ്കല്പമായിരിക്കും ഉയരുന്നത്. ഏതുപോലെ സംസാരിക്കുമ്പോൾ കാര്യം സ്പഷ്ടമാകുന്നുവോ അതേപോലെ തന്നെ സങ്കല്പത്തിലൂടെ മുഴുവൻ കാര്യവ്യവഹാരവും നടക്കുന്നു. എപ്പോഴാണോ ഇങ്ങനെയുള്ള വിധി സ്വായത്തം ആക്കുന്നത് അപ്പോൾ ഈ സാകാരവദനം സൂക്ഷ്മവദനം ആകും. ഇതിനു വേണ്ടി സൈലൻസിൻ്റെ ശക്തി ശേഖരിക്കൂ. ലൈറ്റിൻ്റെ കിരീടധാരി ആയിരിക്കൂ. സ്ലോഗൻ: ഈ ദുഃഖധാമത്തിൽ നിന്നും അകന്നു മാറൂ. അപ്പോൾ ഒരിക്കലും ദുഃഖത്തിൻ്റെ അലകൾ വരികയില്ല. അവ്യക്ത സൂചന: നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തവും ആയിരിക്കൂ. ഇതുപോലെ കാറിൻ്റെ ബാറ്ററി എപ്പോഴാണോ ദുർബലമാകുന്നത് അപ്പോൾ കാർ തനിയെ ഓടുകയില്ല, മറ്റുള്ളവരെ കൊണ്ട് ഒരൽപ്പം തള്ളിക്കുന്നു. അതേപോലെ ഏതൊരു ആത്മാവിലാണോ താങ്കൾക്ക് വിശ്വാസം ഉള്ളത് ഇവരിൽ നിന്നും നമുക്ക് സഹായം ലഭിച്ചേക്കും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അവരിൽ നിന്നും ഒരൽപ്പം സഹയോഗം എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. ബലഹീനതകളുടെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കരുത്. അപ്പോൾ സന്തോഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓം ശാന്തി. സൂക്ഷ്മ നക്ഷത്രം പോലെ തിളങ്ങുന്ന പ്രകാശ ബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് പുരിക മധ്യത്തിൽ ഭൃഗുടിയിൽ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും വർണ്ണാഭമായ പ്രകാശം
വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ബുദ്ധിയിൽ തൻ്റെ ഈ അതിസൂക്ഷ്മ ആത്മസ്വരൂപത്തെ കാണൂ. അല്പസമയം ആ സ്വരൂപത്തിൽ തന്നെ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കൂ. പിന്നെ മനസ്സിൽ ഈ സങ്കല്പം രചിക്കൂ. ആത്മാവായ ഞാൻ സൂക്ഷ്മ പ്രകാശ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്വരൂപത്തെ കാണുകയും മനസ്സിനെയും ബുദ്ധിയെയും ഈ സ്വരൂപത്തിൽ സ്ഥിരമാക്കുകയും ചെയ്യൂ. ചിന്തിക്കൂ, സൂക്ഷ്മ ശരീരധാരിയായ ഞാൻ ആത്മാവ് സൂക്ഷ്മ ശരീരസഹിതം സ്ഥൂലദേഹത്തു നിന്നും വേർപെട്ട് സൂക്ഷ്മലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം ഇതിൽ ഏകാഗ്രമാക്കൂ. വീണ്ടും സങ്കല്പം രചിക്കൂ. ഞാൻ സമ്പൂർണ്ണ ഫരിഷ്തയാണ്. ഫരിഷ്തയായ ഞാൻ സൂക്ഷ്മലോകത്തിൽ ബാപ് ദാദയുടെ സമക്ഷം ഉപസ്ഥിതനാണ്. ഇപ്രകാരം സൂക്ഷ്മലോകത്തിൽ സൂക്ഷ്മ ശരീരധാരിയായി അവ്യക്ത ബാപ് ദാദയുടെ മുന്നിലിരിക്കുന്നതായി സ്പഷ്ടമായി കാണുകയും അനുഭവിക്കുകയും ചെയ്യൂ. ബാപ് ദാദയുടെ ഭൃഗുടിയിൽ നിന്നും അതീവ സുന്ദരവും തേജസ്വിയുമായ പ്രകാശകിരണങ്ങൾ എന്നിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്പസമയം ഈ സ്ഥിതിയിൽ ഏകാഗ്രമാകുന്നതിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കൂ. വീണ്ടും സങ്കൽപ്പിക്കൂ, ആത്മാവായ ഞാൻ എൻ്റെ സൂക്ഷ്മ ശരീരത്തെ സൂക്ഷ്മലോകത്ത് സ്ഥിതി ചെയ്യിച്ചുകൊണ്ട് പരമധാമത്തിലേക്ക് ഒരു പ്രകാശ ബിന്ദുവായി സഞ്ചരിക്കുന്നു. ബുദ്ധി കൊണ്ട് ആ ദൃശ്യം കാണുന്നതിന് ശ്രമിക്കൂ. സർവത്ര സ്വർണ്ണ ചുവപ്പ് ദിവ്യ പ്രകാശം നിറഞ്ഞ ഈ പരമധാമത്തിൽ ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നതായി വിഭാവന ചെയ്യും. ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ അനന്ത ശക്തികളുടെയും ഗുണങ്ങളുടെയും തേജസ്വി കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ശിവ് ബാബയുടെ കിരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും സ്ഥിരമാക്കൂ. വീണ്ടും മുന്നിൽ ഈ ദൃശ്യം കൊണ്ടുവരൂ. ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ അരികിൽ നിന്നും
ഞാൻ താഴേക്ക് വരികയാണ്. സൂക്ഷ്മലോകത്തിൽ വന്ന് എൻ്റെ സമ്പൂർണ്ണ അവ്യക്ത ഫരിഷ്ത രൂപത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. പിന്നെ സൂക്ഷ്മ ശരീര സഹിതം താഴേക്ക് സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു.